ഹലോ, ഓറിയോൺ ഗാർഡൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഒക്കെയാണ് ഇന്ന് സെയിൽ വീഡിയോയിലുള്ളത്. അപ്പോൾ 2-3 ഐറ്റം ഒക്കെ ഉണ്ടാവുള്ളൂ എല്ലാ പ്ലാന്റ്സിൻ്റെയും, കുറേ എടുക്കാനുണ്ടാവില്ല. പിന്നെ നമ്മൾ കൊറിയർ അയക്കുന്നത് DTDC വഴിയാണ്. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ കൊറിയർ ചാർജ് വരും. മൺഡേയും ട്യൂസ്ഡേ ആയിരിക്കും നമ്മൾ കൊറിയർ അയക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അടുത്ത പ്ലാന്റ് അലോക്കേഷ്യ ആൽബോ ആണ്. അപ്പോൾ ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത്. നല്ല വെരിഗേഷൻ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സൈസ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 റുപ്പീസാണ്. 200 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് തായ് കലേഡിയം വെറൈറ്റിയിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ലൈറ്റ് യെല്ലോയിൽ റെഡ് ഷെയ്ഡ് വരുന്ന ഈ ഒരു കലേഡിയാണുള്ളത്. ഈ സൈസിൽ വരുന്ന പ്ലാന്റ്സ് ഒക്കെയാണ് സെയിലിനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 150 റുപ്പീസാണ്. 150 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത കലേഡിയം വെറൈറ്റി ഈ കാണുന്ന ഒരു മിനിയേച്ചർ ടൈപ്പ് കലേഡിയാണ്. ഇതിൻ്റെ ലീഫ് ഇങ്ങനെ നല്ല ചെറിയ ലീഫായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപയാണ്, 50 റുപ്പീസ്. അടുത്തത് ഒരു കോമൺ കലേഡിയം വെറൈറ്റിയാണ്. ഈ ഗ്രീനിൽ ഇങ്ങനെ വൈറ്റ് ലൈൻസ് വരുന്ന ഈ ഒരു കലേഡിയം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 20 റുപ്പീസാണ്, 20 രൂപ. ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഇതായി കാണുന്ന ഈ റെഡ് കലേഡിയാണ്. റെഡിൽ ഇങ്ങനെ വൈറ്റ് ഡോട്ട്സ് ഒക്കെ വരുന്ന ഒരു നല്ലൊരു ടൈപ്പ് കലേഡിയാണിത്. അപ്പോൾ ഇതൊരു ചെറിയ പ്ലാന്റൊന്നുമല്ല, ഒരു മീഡിയം സൈസ് വരുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ്. ഇതൊരു ഡിഫംബാച്ചിയ വെറൈറ്റിയാണ്. നല്ലൊരു വൈറ്റ് ഡിഫംബാച്ചിയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റാണ്. അടുത്ത സെയിലിനായിട്ട് വരുന്നത് CZ പ്ലാന്റ് ആണ്. CZ പ്ലാന്റിൻ്റെ ഗ്രീൻ വെറൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഗ്രീൻ വെറൈറ്റിയുടെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 180 രൂപയാണ്. 180 റുപ്പീസാണ് റേറ്റ് വരുന്നത്. നല്ലൊരു ഹൈറ്റൊക്കെ ഉള്ളൊരു പ്ലാന്റാണ്. അതിൻ്റെ തന്നെ ബ്ലാക്ക് വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് 200 റുപ്പീസാണ്, 200 രൂപ. അപ്പോൾ ഇതൊക്കെ ഇൻഡോറൊക്കെ ആയിട്ട് ഒരു വൈറ്റ് പോട്ടിൽ വയ്ക്കാൻ നല്ലൊരു സൈസ് എത്തിയ ഒരു പ്ലാന്റാണ്. ഇതൊരു കെയിൻ ബിഗോണിയാണ്. അപ്പോൾ നല്ലൊരു പിങ്കും സിൽവറും ഷെയ്ഡൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ലീഫൊക്കെ വരുന്ന ബിഗോണിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 60 രൂപയാണ്. അടുത്തതൊരു റെയർ വെറൈറ്റി പ്ലാന്റാണ്. ആന്തൂറിയം വെറൈറ്റിയിൽ വരുന്ന ക്രിസ്റ്റലീന എലിഫൻറ്റിയർ എന്നാണ്. അപ്പോൾ ഇതൊരു 2 ലീഫ് വരുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 400 റുപ്പീസാണ്, 400 രൂപയാണ്. നല്ല ഭംഗിയിൽ ലീഫൊക്കെ ഫോം ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതാണ് എലിഫൻറ്റിയറിൻ്റെ മദർ പ്ലാന്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈസിൽ ലീഫ് വലുതാവുന്ന ഒരു ടൈപ്പ് ആന്തൂറിയാണ്. ഇത് മോൺസ്റ്റർ അഡൻസോണി വെറൈറ്റിയിൽ വരുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 70 റുപ്പീസാണ്. അടുത്ത അഗ്ലോണിമ വെറൈറ്റി വരുന്നത് പിങ്ക് ലെഗസിയാണ്. അപ്പോൾ പിങ്ക് ലെഗസിയുടെ ഈ ഒരു സൈസൊക്കെ വരുന്ന 2 പ്ലാന്റാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറിയ തൈയൊന്നുമല്ല, ഒരു അത്യാവശ്യം ഷൂട്ടൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുള്ള സൈസ് പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇത് ഷൂട്ട് പൊട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 300 റുപ്പീസാണ്. ഇതും ഷൂട്ട് വരാറായിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇത് കൊടുക്കുന്നത് 300 രൂപയ്ക്ക്. ഇത് അഗ്ലോണിമ റെഡ് വാലന്റൈൻ ആണ്. നല്ല ബുഷിയായിട്ട് ലീഫൊക്കെ ഉള്ള ഈ ഒരു പോട്ടിന് റേറ്റ് വരുന്നത് 150 രൂപയാണ്. ഇത് ബോക്സറാണ്, അഗ്ലോണിമ ബോക്സർ. അതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണിത്. നല്ല വലിയൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെ 2 ഷൂട്ടൊക്കെ ഉള്ള വലിയ ഒരു മദർ പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത്
250 റുപ്പീസാണ്, 250 രൂപയാണ് ഇത്ര പോകുന്ന ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇത് ഈ ഒരു സിംഗിൾ പ്ലാന്റാണ് ഈ ഒരു സൈസിനുള്ളതുള്ളൂ. ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ഉണ്ട്, അതിന് 150 രൂപയാണ്. അതിൻ്റെ സൈസ് കാണിച്ചു തരാം. ബോക്സറിൻ്റെ 150 രൂപയുടെ തൈയാണിത്. ഈ ഒരു സൈസ് ഉള്ളതായിരിക്കും 150 രൂപയ്ക്ക്. വൈറ്റ് ലക്കാച്ചിയുടെ 2 സൈസുള്ള പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റാണ് 280 രൂപയ്ക്കാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് കൊടുക്കുന്നത്. നല്ലൊരു വലിയ പ്ലാന്റാണ്, ചെറിയ സൈസ് പ്ലാന്റ് ഒന്നുമല്ല. മദർ പ്ലാന്റ് പോലത്തെ പ്ലാന്റാണ്, ഷൂട്ട് പൊട്ടാറൊക്കെ ആയിട്ടുള്ള വലിയ സൈസ് പ്ലാന്റാണ്. 280 റുപ്പീസ്. അതിൻ്റെ തന്നെ സെക്കൻഡ് പ്ലാന്റാണ് ഇത്, ഇതിനും 280 രൂപ. അതിൻ്റെ അടുത്ത സൈസ് വരുന്നതാണ് ഇത്, ഇതിന് റേറ്റ് വരുന്നത് 250. ആ സൈസിൽ 2 പ്ലാന്റ് ഉള്ളൂ. ഇത് ഫിലോഡെൻഡ്രോണിൻ്റെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 60 രൂപയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വെള്ളത്തിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ്. ഇത് അലോക്കേഷ്യ മിക്കി മൗസ് ആണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 റുപ്പീസാണ്, 200 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ലീഫിലൊക്കെ നല്ല വെരിഗേഷനൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റാണ്. ഇത് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പീനട്ട് ഗ്രാസ് ആണ്. അപ്പോൾ ഇതുപോലെ നിറയെ മഞ്ഞപ്പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണിത്. ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവും. ഇത് കട്ടിങ് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്, റൂട്ടുള്ള കട്ടിങ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് 2 റുപ്പീസാണ്, ഒരു കട്ടിങ്ങിന് 2 റുപ്പീസ്. ഇതുപോലെയുള്ള കട്ടിങ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കുക.